കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എഫെസ്യ ലേഖനം 4-ാം അധ്യായം 32-ാമത് വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. കർത്താവിൻ്റെ വചനത്തിൽ ക്ഷമയെക്കുറിച്ച് ഉദ്ധരിച്ചിരിക്കുന്ന അനേക ഭാഗങ്ങളുണ്ട്. കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ദൈവിക ക്ഷമയെക്കുറിച്ചും മാനുഷിക ക്ഷമയെക്കുറിച്ചും നമ്മെ പഠിപ്പിച്ചു. എന്തുകൊണ്ട് നാം ക്ഷമിക്കണം? ചില കാര്യങ്ങൾ മാത്രം ഈ പകൽ വീണ്ടും നിങ്ങളെ ഓർപ്പിച്ചുണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവത്തെ അനുകരിപ്പാൻ കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ അതിൻ്റെ 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിൻ്റെ അടുക്കൽ അവർ ജോസഫിനെ വർഷങ്ങൾക്ക് മുമ്പ് വിറ്റുകളഞ്ഞതിന് അവനോട് ക്ഷമ ചോദിക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഒരു വലിയ ക്ഷാമത്തിൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലെ ജനങ്ങളെ ഒന്നിച്ച് രക്ഷിക്കേണ്ടതിന് ദൈവം തന്നെ മുന്നമേ അയച്ചത് ആ ദൈവിക പദ്ധതി വെളിപ്പെടുവാൻ വേണ്ടി മാത്രമാണ് തൻ്റെ സഹോദരന്മാരാൽ താൻ ഇശ്മേല്യ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടത് എന്ന് ആ ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് ജോസഫ് അവരോട് ക്ഷമിച്ചു, സഹോദരങ്ങളെ സ്നേഹിച്ചു. ദേശത്ത് ഏറ്റവും കണ്ണായതും നല്ലതും അവർക്ക് കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം കർത്താവ് ഇപ്രകാരം നമ്മെ പഠിപ്പിച്ചു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഇത് കർത്താവ് നമ്മോട് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 6:14 കർത്താവ് വീണ്ടും ഇപ്രകാരം ഓർപ്പിച്ചു: നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ ഇപ്രകാരം ചോദിക്കുന്നു: ഞാൻ എൻ്റെ സഹോദരനോട് 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? എന്നാൽ കർത്താവ് തിരിച്ച് പത്രോസിനോട് മറുപടി പറഞ്ഞു: ഒരു ദിവസത്തിൽ 70 വട്ടം സഹോദരനോട് ക്ഷമിക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന വലിയ പ്രവൃത്തികളെ ഉളവാക്കും എന്ന് ഓർപ്പിച്ചതിന് ശേഷം കർത്താവ് ഇപ്രകാരം ഒരു വ്യവസ്ഥ നമ്മെ ഓർപ്പിച്ചു: നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോടും ക്ഷമിപ്പീൻ. അതെ പ്രിയപ്പെട്ടവരെ, ക്ഷമ ഒരു ദൈവിക ദാനമാണ്, ദൈവിക ഗുണമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടം വരുത്തിയവരും നമ്മെ തിരിച്ചറിയാതെ ആക്ഷേപിച്ചവരും
നമുക്കെതിരെ കളവായി ദൂഷണം പറഞ്ഞവരും നമ്മെ മനസ്സിലാക്കേണ്ടുന്ന ഇടങ്ങളിൽ മനസ്സിലാക്കാതെ പോയവരും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവം അനുവദിക്കാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് പോലും നമ്മെ സഹായിപ്പാനോ നമ്മോട് എതിർ നിൽപ്പാനോ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അവരോട് ക്ഷമിക്കുവാനും അവർ ചെയ്തത് മറക്കുവാനും ഉള്ള വലിയ കൃപയ്ക്കായി നമുക്ക് നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കാം. അതെ, നമുക്ക് നമ്മുടെ പിതാവിനെ അനുകരിക്കാം. കൈപ്പായോ മറ്റുള്ളവർ നമ്മോട് പ്രവർത്തിച്ച എന്തെങ്കിലും അതിന് പ്രതികരണമായി പകയായോ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് നമ്മെ ശോധന ചെയ്ത് ഈ പകൽ ആരംഭിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.